കാസർഗോഡ് വെള്ളൂർ പഞ്ചായത്തിലെ പള്ളപ്പാടിയിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. പുത്തൂർ സ്വദേശിനി സെറീനയുടെ മരണത്തിൽ ഭർതൃവീട്ടുകാർക്കെതിരെ കടുത്ത മാനസിക പീഡന ആരോപണവുമായി സഹോദരൻ രംഗത്തെത്തി. 4ാം വിവാഹ വാർഷികത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് 27-കാരിയായ സെറീന ജീവനൊടുക്കിയത്. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. Start your journey with confidence. GTech Education. Fatima Arcade, opposite New Bus Stand, Kasargod. Telephone 7736 100 443 04994 227432. വിവാഹ വാർഷികത്തിന്റെ സന്തോഷങ്ങളിലേക്ക് കടക്കേണ്ടതിന് തൊട്ടു മുൻപാണ് കാസർഗോഡ് പള്ളപ്പാടിയിൽ 27-കാരിയായ സെറീനയെ മരണത്തിലേക്ക് തള്ളിവിട്ട ദാരുണ സംഭവം ഉണ്ടാകുന്നത്. ബുധനാഴ്ച വൈകുന്നേരമാണ് പള്ളപ്പാടിയിലെ സൈനുദ്ദീന്റെ ഭാര്യ സെറീനയെ വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തിൽ സംശയമുണ്ടെന്നും സഹോദരി ഭർതൃവീട്ടിൽ ക്രൂരമായ മാനസിക പീഡനം അനുഭവിച്ചിരുന്നുവെന്നും സെറീനയുടെ സഹോദരൻ അബ്ദുൾ റഹ്മാൻ പറയുന്നു. 2022 മെയ് 29-നായിരുന്നു സെറീനയുടെയും സൈനുദ്ദീന്റെയും വിവാഹം. എന്നാൽ 4 വർഷമായിട്ടും കുട്ടികളുണ്ടാകാത്തതിന്റെ പേരിൽ ഭർതൃവീട്ടുകാർ സെറീനയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. പീഡനം സഹിക്കവയ്യാതെ പലപ്പോഴും പുത്തൂർ സനങ്ങളയിലെ സ്വന്തം വീട്ടിലേക്ക് സെറീന മടങ്ങിയെത്തിയിരുന്നു. പിന്നീട് ഭർത്താവിന്റെ ബന്ധുക്കൾ ഇടപെട്ട് നടത്തിയ മധ്യസ്ഥ ചർച്ചകൾക്ക് ശേഷമാണ് പള്ളപ്പാടിയിലെ ഭർതൃവീട്ടിലേക്ക് വീണ്ടും പോയത്. അതിനുശേഷവും പീഡനം തുടർന്നതായും താൻ പലതവണ നേരിട്ടെത്തി സഹോദരിയെ ആശ്വസിപ്പിച്ചിരുന്നുവെന്നും അബ്ദുൾ റഹ്മാൻ വ്യക്തമാക്കുന്നു. സഹോദരി ഒരിക്കലും സ്വയം ജീവനൊടുക്കില്ലെന്നും മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. പരേതനായ ബടുവൻ കുഞ്ഞി നഫീസ ദമ്പതികളുടെ മകളാണ് സെറീന. ഷെരീഫ്, ഫാത്തിമ, മൈമൂന, ദാവൂദ്, സുബൈദ, സുമയ്യ എന്നിവരാണ് മറ്റ് സഹോദരങ്ങൾ. സംഭവത്തിൽ ആദൂർ പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം മാത്രമേ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.